ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീടുകളിലുള്ള എല്ലാ ചെടികളിലും നിറയെ പൂക്കൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന കുറച്ച് ഡെൻഡ്രോബിയം പ്ലാന്റ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ കാണുന്നത് ഡെൻഡ്രോബിയത്തിലെ മാംഗോസ്റ്റിൻ വെറൈറ്റിയാണ്. നല്ല വലിയ പ്ലാന്റ്സ് ആയിരിക്കും ഇതിൻ്റേത്. അതേപോലെ ഇത് പൂക്കൾ നന്നായി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. യായ കോമ്പറ്റത്തിലായാലും അതേപോലെ തന്നെ ഫെലനോപ്സിസിലാണെങ്കിലും നന്നായി പൂക്കൾ വരുന്നൊരു സമയമാണ്. ഇതേപോലെ നമ്മുടെ കയ്യിൽ കുറേയും ഓർക്കിഡ്സ് ഉണ്ടാവുമ്പോൾ ചില പ്ലാന്റ്സിനെ നമ്മൾ അറിയാതെ തന്നെ ശ്രദ്ധിക്കാതെ വിട്ടുപോകും അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് ഈ പ്ലാന്റിന്. ഇത് ഏതോ ഒരു മൂലയിലാണ് ഇരുന്നത്, ഞാനിത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ഇതിൻ്റെ കടയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി. കടയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റ്സിൽ നിറയെ കിക്കീസ് വന്നിട്ടുണ്ട്. പ്ലാന്റ് നശിച്ചു പോയതിൻ്റെ സങ്കടം ഉണ്ടെങ്കിലും പക്ഷേ ഇത്രയേറെ തൈകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ തൈകളും വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ എല്ലാത്തിനെയും ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ പ്ലാന്റ്സിനെല്ലാം ആ ഉണക്ക് വന്ന ഭാഗത്തു നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ സ്റ്റെമ്മും അതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെയും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തണ്ടിൻ്റെ അറ്റത്തുനിന്ന് തൈകൾ വന്ന എല്ലാത്തിനെയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടിയിലുള്ളതിനെ അവിടെ തന്നെ വെച്ചു. ഇനി ഇതിനെ എങ്ങനെയാണ് പോട്ട് ചെയ്യാൻ പോണേന്ന് നോക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു പോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ തൈയും ആ സ്റ്റെമ്മോടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തുനിന്ന് പതുക്കെ ഇതിനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ. അതിനുശേഷം ഇതിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് നട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ നടാൻ പോകുന്നത് ഇങ്ങനെയല്ല. ഈ തണ്ടിൽ നിന്ന് ഈ കിക്കി വന്നിട്ടുണ്ട്, പക്ഷേ ഇതിനെ സെപ്പറേറ്റ് ആക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തണ്ടിനെ ഞാൻ കിടത്തിയാണ് വെക്കുന്നത് ഹൊറിസോണ്ടലായിട്ടും. പുതിയ തൈ വന്നത് എപ്പോഴും നേരെയായിട്ട് നിൽക്കുകയും ചെയ്യണം. അങ്ങനെ വേണം വെക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെ എന്തെങ്കിലും ചെറിയ പിന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഉറപ്പിച്ച് നിർത്താണ്. കാരണം ആടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച കുറവായിരിക്കും. അപ്പോൾ എല്ലാത്തിനെയും ഞാൻ ഇതേപോലെ നടുകയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നടുമ്പോൾ ആ പുതിയ തൈയും ആ തണ്ടും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനിൽ കൂടെ ഈ പുതിയ തൈക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസിനും ഇതിന് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പഴയ സ്റ്റെം ഉണങ്ങി പോകുമ്പോഴേക്കും പ്ലാന്റ് അത്യാവശ്യം വളർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പഴയതുപോലെ പ്ലാന്റിന് മദർ സ്റ്റെമ്മിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തുടക്കത്തിൽ വളർച്ച ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ പുതിയ കിക്കീസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നടാറുണ്ടായിരുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ പഴയ പ്ലാന്റിനെ ഞാൻ ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റാണ്. കാരണം വേരൊക്കെ ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ അതവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ മഴക്കാലത്ത് ഇതേപോലെ നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട് ഇങ്ങനെ ചെടിയൊക്കെ നശിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെടികളെ പറ്റി കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്കും ചെടികൾ നടാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒരു മോട്ടിവേഷനാകും. അപ്പോൾ ഞാനിത് ഈ ഒരു ചെടിയുടെ ഡെഡ് റൂട്ട്സ് എല്ലാം റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. നമ്മൾ ഡെഡ് റൂട്ട്സിനെ, അതായത് ഉണങ്ങിയതും അല്ലെങ്കിൽ ചീഞ്ഞതായിട്ടുള്ള എല്ലാ വേരുകളെയും കട്ട് ചെയ്ത് കളയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റൂട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ പോട്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ചാർക്കോളും അതേപോലെ തന്നെ കുറച്ച് ചകിരിയും വെക്കാറുണ്ട്. കാരണം ചകിരി കുറച്ച് വെക്കുമ്പോൾ അതിനാവശ്യമുള്ളൊരു ഈർപ്പം അതിനകത്ത് എപ്പോഴും നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇളകാതെ ഉറപ്പിച്ച് നിർത്തണം. പ്ലാന്റ് ഇളകിക്കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ഇതേപോലെ പോട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇനിയും ഇതേപോലെ പുതിയ കിക്കീസ് വരുന്ന സമയത്ത് നട്ടു നോക്കണം. നട്ടു നോക്കുമ്പോൾ മാത്രമാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യുക.